ഹലോ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ഈവിന് ഫാമിലി ആയിട്ട് ഞങ്ങൾ ഡിന്നറിന് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ. ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പോട്ട് മനസ്സിലായിട്ടുണ്ടാവും. MG റോഡ് സെൻട്രൽ സ്ക്വയർ മോളിലെ യുണൈറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഷെഫ് പിള്ള സാറിന്റെ റെസ്റ്റോറന്റ് ആണ് കേട്ടോ ഇത്. ഒരു പണിയില്ലാണ്ട് മെനു നോക്കി കുത്തിയിരിക്കുന്ന ഞാൻ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിച്ചായിരുന്നു. അതെന്താണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ഡൗൺ. ആദ്യമേ തന്നെ ഐശ്വര്യമായിട്ട് അവിടുത്തെ സിഗ്നേച്ചർ സ്റ്റാർട്ടർ ആയിട്ടുള്ള കടുമാങ്ങ സംഭാരം പാനിപൂരിയാണ് നമ്മൾ ട്രൈ ചെയ്തത്. ചേട്ടന്റെ എക്സ്പ്രഷനൊക്കെ നോക്കിക്കേ. എന്തായാലും സംഭവം ഒരു വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് വല്ലാണ്ട് അങ്ങ് ബോധിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വേറൊരു കിടിലം ഐറ്റം, പഴംപൊരി സമൂസ ചാട്ട്. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? കേക്കും വെച്ചിട്ട് വിയേർഡ് കോമ്പിനേഷൻ അല്ലേ എന്ന് തോന്നിയാലും കഴിക്കുമ്പോൾ അങ്ങനെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. രാവിലെ ഒന്നും ബ്രേസസ് ടൈറ്റ് ചെയ്യാൻ പോയതാ, അതിന്റെ വേദന അങ്ങോട്ട് നല്ലപോലെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അപ്പം ഇല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ദേ ഇരിക്കണു നമ്മുടെ സിഗ്നേച്ചർ കിടുക്കാച്ചി ഐറ്റം ഫിഷ് നിർമ്മാണം. നെയ്മീൻ നിർമ്മാണമായിരുന്നു കേട്ടോ. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, നെക്സ്റ്റ് ലെവൽ സാധനം. പിന്നെ ഈ കഴിക്കുന്ന ഭക്ഷണം ഈ തൊണ്ടയിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു കാരമൽ ഫ്രാപ്പച്ചിനോവും ചേട്ടനൊരു സ്ട്രോബെറി ഫ്രാപ്പച്ചിനോവും ഓർഡർ ചെയ്തു കേട്ടോ. അതിന്റെ പ്രഹസനമാണ് ഇത് ഇപ്പൊ കാണുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് നൂൽ പൊറോട്ട വന്നു, ചിക്കൻ സ്റ്റൂ വന്നു, പനീർ നിർവ്വാണം വന്നു. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തില്ല, അതാണ് എന്റെ അഭിപ്രായം കേട്ടോ. കൈൻഡ് ഓഫ് ഒരു ഫിഷ് നിർവ്വാണ സ്പിൻ ഓഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ കപ്പയും വന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് വയറും മനസ്സൊക്കെ നിറഞ്ഞിരിക്കുമ്പോഴാണ് അമ്മ ഒരു സുലൈമാനും കൂടെ വാങ്ങിച്ചിട്ട് ആ പരിപാടി അങ്ങോട്ട് തീർത്തു. ഡെസേർട്ട് കഴിക്കണം എന്നുള്ള അത്യാഗ്രഹത്തോടു കൂടിയാണ് പോയതെങ്കിലും കഴിച്ചു വന്നപ്പം വയറിൽ ഒരു തുള്ളി പോലും സ്ഥലമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ തീരുമാനം വേണ്ട എന്ന് ഞാൻ വെച്ചു. എന്താലേ, കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഒരു കൊല്ലം അങ്ങോട്ട് തീരുകയാണ്. 2025 എല്ലാവർക്കും അടിപൊളിയാവട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.